ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഒരു ബി ജെ പിക്കാരനല്ല, ഞാൻ ഒരു ബി ജെ പി സപ്പോർട്ടറല്ല. കാരണം ഇതിൽ ഞാൻ ലാസ്റ്റ് പറയാൻ പോകുന്ന കാര്യം ഇറ്റ് ക്യാൻ ബി എ ലിറ്റിൽ ബിറ്റ് കോൺട്രവേഴ്ഷ്യൽ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബി ജെ പിക്കാരനോ ബി ജെ പി സപ്പോർട്ടറോ അല്ല. സോ ബാക്ക് ടു ദ മെയിൻ ടോപ്പിക്. ദ യൂത്ത് ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിലെ യുവജനങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു, ദ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഓരോ കുട്ടികളുടെയും അവരുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലെ ഒരു നിർണായക പങ്ക് വഹിക്കേണ്ട മനുഷ്യൻ, ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ, ദ ചിൽഡ്രൻ ഓഫ് ഇന്ത്യ, അവരുടെ എഡ്യൂക്കേഷൻ നോക്കേണ്ട മനുഷ്യൻ ധർമ്മേന്ദ്ര പ്രധാൻ. ഇത്രയധികം കഴിവുകെട്ട ഒരു മന്ത്രി. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ സ്വപ്നങ്ങളൊക്കെ അടക്കി പിടിച്ച് അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ആ ഒരു ത്വരയെ അടക്കി പിടിച്ച് എഴുതുന്ന എക്സാമാണ് മത്സര പരീക്ഷകൾ നമ്മുടെ നാട്ടിലുള്ളത്. സോ അങ്ങനെയുള്ള മത്സര പരീക്ഷയുടെ പേപ്പർ ലീക്ക് ആകുക എന്ന് പറയുന്നത് വളരെ നാണം കെട്ടൊരു കാര്യമാണ്. എന്നിട്ടും അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാതെ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ഉള്ളതാണ് ഈ ധർമ്മേന്ദ്ര പ്രധാനം. സോ അയാൾ രാജിവെച്ച് പോയത് എന്തുകൊണ്ടും നമ്മുടെ യൂത്തിന് വിജയം തന്നെയാണ്. പക്ഷേ ഇതിലെ സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ യൂത്ത് ഇങ്ങനെയൊക്കെ ഡെവലപ്പ് ആകാൻ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യാനായിട്ട് അഭിജിത്ത് ദീപ്കയുടെ CJP എന്ന് പറയുന്ന പാർട്ടി വരേണ്ടി വന്നു, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് വരേണ്ടി വന്നു. നിങ്ങൾ നോക്കുക, കഴിഞ്ഞ ഇത്രയും കൊല്ലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ യൂത്ത് ഉണ്ട്. ഒരു വ്യക്തി അയാളുടെ മനസ്സിൽ ഒതുച്ചിട്ടുള്ള ഒരു ആശയത്തെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആക്കി മാറ്റി, ഒരു സ്ട്രോങ് മൂവ്മെൻ്റ് ആക്കി മാറ്റേണ്ടി വന്നു നമ്മുടെ യൂത്തിനൊന്ന് കണ്ണു തുറക്കാനായിട്ട്. സോ ഇത് മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്താണ്? ഇറ്റ് ഈസ് പോസിബിൾ. നമ്മുടെ യൂത്തിനും നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾക്കൊക്കെ നമുക്ക് വേണ്ട നേടിയെടുക്കാനായിട്ട് പറ്റും. നമ്മളതിന് ഇറങ്ങി പുറപ്പെട്ടാൽ മതി. ഓക്കെ, പലപ്പോഴും സംഭവിക്കുന്ന എന്താണ്, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കും, ചർച്ച ചെയ്യും, അതുമാത്രമേ ഉള്ളൂ. നമ്മളാരും ആക്റ്റീവായിട്ട് ഇറങ്ങി തിരിക്കാറില്ല. പക്ഷേ അങ്ങനെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എവ്രിതിങ് ഈസ് പോസിബിൾ. ഓക്കെ, ഈ രാജ്യത്തിൽ നമുക്കെതിരെ പോരാടുന്ന ഏതൊരു ശക്തിയും നമുക്ക് താഴെ കൊണ്ടുവരാനായിട്ട് പറ്റും. പക്ഷേ നമ്മുടെ യൂത്തിൻ്റെ കാര്യം, നമ്മുടെ യുവജനങ്ങളുടെ കാര്യം, അവരുടെ എഡ്യൂക്കേഷൻ്റെ കാര്യം, അത് അവർക്ക് പ്രോപ്പറായിട്ട് ഒരു സ്ട്രൈക്ക് ചെയ്ത് അവർക്ക് വേണ്ട കാര്യം നേടിയെടുക്കുവാനായിട്ട് അഭിജിത്ത് ദീപ്ക എന്ന് പറയുന്ന വ്യക്തിയുടെ തലയിൽ ഉദിച്ചിട്ടുള്ള CJP എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ആശയം വരേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് വരേണ്ടി വന്നു. ദാറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് കൺസേണിങ്. കാരണം നമ്മുടെ യൂത്തിന് ഇത്ര നല്ല യൂണിറ്റി ഇല്ലായിരുന്നു. ഓക്കെ, നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്, യൂണിറ്റി ഇല്ലായിരുന്നു. ഒരാളുടെ സഹായത്തോടു കൂടി ഉണ്ടായിട്ടുള്ള ഒരു ആശയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവർ ഒന്നിച്ചത്. പക്ഷേ അതുകൊണ്ട് നമുക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കഴിവുമില്ലാത്തൊരു എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ് നമുക്ക് താഴെ ഇറക്കാനായിട്ട് പറ്റി. പകരം വന്നിരിക്കുന്ന പുതിയ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പ്രഹ്ലാദ് ജോഷി, അദ്ദേഹത്തിനൊരു ബാച്ചിലേഴ്സ് ഇൻ ആർട്സ് ഒക്കെ ഉണ്ട്. സോ തീർച്ചയായിട്ടും അദ്ദേഹം എഡ്യൂക്കേഷനിൽ കുറച്ച് ക്വാളിഫൈഡ് ആണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ഇത് BJP ഗവൺമെൻറ് ആണ്. ഐ ക്യാൻ നെവർ അക്സെപ്റ്റ് ദിസ് ഗവൺമെൻറ്. ഐ ക്യാൻ നെവർ സപ്പോർട്ട് ദം ബിക്കോസ് ഫോർ ദ പാസ്റ്റ് 10-11 years ദേ ബീൻ ഡൂയിങ് ലോട്ട് ഓഫ് വേഴ്സ് തിങ്സ് ഇൻ ദിസ് കൺട്രി. ഓക്കെ, നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം തകർന്നു പോയി. ഓവറോൾ നമ്മളൊക്കെ സിസ്റ്റത്തിന് അണ്ടറിലാണ്. സോ ആ ഒരു സിസ്റ്റത്തിനെ എന്തോരം താഴേക്ക് കൊണ്ടുപോകുമോ അത്രയും താഴേക്ക് കൊണ്ടുപോയി. അവിടെ ഇവിടെ കുറച്ച് പോളിസിയും കുറച്ച് കാര്യങ്ങളും കുറച്ച് മാറ്റങ്ങളും കൊണ്ടുവന്നിട്ട് കാര്യമില്ല. നമ്മുടെ യൂത്തിൻ്റെ കരിയർ സേഫാണോ? നമ്മുടെ യൂത്തിൻ്റെ ലൈഫ് സേഫാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ടാണല്ലോ ഇന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. CJP വന്നതും നമ്മുടെ യൂത്തിനെ ഡിഫെയിം ചെയ്തപ്പോഴത്തേക്കും CJP ഉണ്ടായി. അത്രയും ജനങ്ങളുടെ ആഗ്രഹങ്ങളും അവരുടെ സ്വപ്നങ്ങളുമായിട്ടുള്ള ഒരു എക്സാം, മത്സര പരീക്ഷകളുടെ പേപ്പർ ലീക്കാവുന്നു, കണ്ടിന്യൂസ്ലി ലീക്കാവുന്നു. അത് വെച്ച് ലാഭം ഉണ്ടാക്കുന്ന കുറേ ഇൻസൈഡേഴ്സ് ഉണ്ട്. സോ നമ്മുടെ യൂത്തിൻ്റെ ഒരു ഭാവി സേഫ് ആകാൻ ഈ പുതിയ പ്രഹ്ലാദ് ജോഷിക്ക് പറ്റട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇതൊരു കോൺട്രവേഴ്ഷ്യൽ വീഡിയോ ആകാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഞാൻ BJP സപ്പോർട്ടറല്ല, ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് BJP. പക്ഷേ ഞാൻ പറയാൻ വന്ന കാര്യം പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, നമ്മുടെ യൂത്തിനൊന്ന് യുണൈറ്റ് ആകാനായിട്ട് CJP എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പാർട്ടി വേണ്ടി വന്നു. അവിടെയാണ് നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ യൂത്തിനെ കൺവിൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യാനായിട്ട് ആർക്കും പറ്റും. ഇറ്റ്സ് ഈസി ടു കൺവിൻസ് ആൻഡ് ഇൻസ്പയർ ദിസ് ഇന്ത്യൻ യൂത്ത്. സോ ഒരു വളരെ ചെറിയൊരു ഐഡിയോളജി വന്നാൽ പോലും നമ്മളെ കൺവിൻസ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ CJP എന്ന് പറയുന്ന ഒരു പാർട്ടി മോശമാണെന്നോ അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റ് മോശം ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതുപോലുള്ള ഏത് കാര്യം വന്നാലും നമ്മുടെ യൂത്തിനെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അവർ യൂത്ത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡോപ്പമിൻ റഷ്, ഓക്കെ, ലോ അറ്റൻഷൻ സ്പാൻ, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്, മോഡേൺ ഇഷ്യൂസ് ഉണ്ട്. സോ ഈ നേപ്പാളിലെ ജെൻസി അത് വന്നു. ഓക്കെ, അങ്ങനെ പലയിടത്തും ജെൻസി വരുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലൊരു ആഗ്രഹം, ഓക്കെ, നമ്മുടെ നാടിനെയും ജെൻസിയിലൂടെ നന്നാക്കാൻ പറ്റുന്നൊരു തോന്നലൊക്കെ ഉണ്ടാവും. ഒബിയസ്ലി ഇറ്റ്സ് പോസിബിൾ ബിക്കോസ് ജെൻസി ഈസ് ദ ന്യൂ പീപ്പിൾ. ഓക്കെ, അപ്പോൾ അവർക്കറിയാം എന്ത് വേണം, ജെൻ ആൽഫ ജെൻസിക്ക് അറിയാം. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള വെറ്ററൻ പൊളിറ്റീഷ്യൻസിൻ്റെ മേലെയാണോ ജെൻസിയുടെ നോളജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ നെവർ അഗ്രി ഓൺ ദാറ്റ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഇങ്ങനെ ഒരു CJP എന്ന് പറയുന്നൊരു മൂവ്മെൻറ്റ് വന്ന് നമ്മുടെ പിള്ളേരെ കൺവിൻസ് ചെയ്ത് നമ്മുടെ പിള്ളേരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൻറ്റി നാഷണൽ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ടെററിസ്റ്റ് ഓർഗനൈസേഷനിലെ ആൾക്കാർക്കും ഒരു ആട്ടുംതോൽ അടിഞ്ഞ് വന്നിട്ട് നമ്മുടെ പിള്ളേരെ കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റും. CJP മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. മേ ബി CJPനെ ഒരു മറവായിട്ട് യൂസ് ചെയ്തുകൊണ്ട് വേറെ കുറേ മോശം ആൾക്കാർ വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, പക്ഷേ CJPയുടെ അഭിജിത്ത് ദീപ്ക എന്ന് പറയുന്ന വ്യക്തി എനിക്ക് ഒരിക്കലും എന്താ പറയുക, അയാളെ സംശയിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഹീ ഈസ് എ ഗുഡ് മാൻ. ഓക്കെ, ഹീ ഗോട്ട് എ വിഷൻ, ഹീ ഗോട്ട് എ വിഷൻ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അയാളെ കുറ്റം പറയുന്നില്ല. പക്ഷേ ഈ ഒരു CJPയുടെ മറവ് പോലും പിടിക്കാൻ വേണ്ടി കുറേ പേര് വരും. അതിൽ നല്ലവരാരാണ് മോശക്കാരാരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അവർ യൂത്ത് ദേ റിയലി നീഡ് എ റോൾ മോഡൽ.
അവരെ ലീഡ് ചെയ്യാൻ ആരെങ്കിലും വേണം. അജിത് ദീപ്കെ എന്ന് പറയുന്ന വ്യക്തിയുടെ അണ്ടറിൽ വി ആർ സേഫ് ഐ ഗസ്. ഇനി ഫ്യൂച്ചറിൽ നമ്മുടെ പിള്ളേരെ ലീഡ് ചെയ്യാൻ പോകുന്ന ന്യൂ മൂവ്മെൻറ്റ്, ന്യൂ പാർട്ടീസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും വി നീഡ് ടു ബി എക്സ്ട്രാ കെയർഫുൾ ബിക്കോസ് ദർ ആർ പീപ്പിൾ ഔട്ട് ദർ. ആട്ടും തോലിട്ട് ചെന്നായ്കൾ വരും. ഡെഫിനറ്റ്ലി ദേ വിൽ കം. ആൻറ്റി നാഷണൽ ഓർഗനൈസേഷൻസ്, ആൻറ്റി നാഷണൽ ഐഡിയോളജീസ്, ദേ വിൽ ഡെഫിനറ്റ്ലി കം. സോ ബി ജെ പി സപ്പോർട്ട് ചെയ്ത് പറയുമല്ല, സി ജെ പിനെ എതിർത്തും പറയുമല്ല, പക്ഷേ സി ജെ പിയുടെ അണ്ടറിൽ ചില ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഫ്യൂച്ചറിൽ നമ്മുടെ യൂത്ത് ഷാട്ടി പിടിച്ച് ഇങ്ങനെ ഓരോ മൂവ്മെൻറ്റിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഇത് ഓക്കെ, പക്ഷേ ഇനിയും പുതിയ മൂവ്മെൻറ്റുകളുടെ പുറകെ പോയി കഴിഞ്ഞാൽ ദേ നീഡ് ടു ബി എക്സ്ട്രാ കെയർഫുൾ ബിക്കോസ് ഇതിനെ മുതലെടുക്കാൻ വേണ്ടി വില്ലന്മാർ വരും. ഓക്കെ.